നമസ്കാരം. മലപ്പുറം ജില്ലയിലെ തിരൂരിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പേരിലുള്ള കുട്ടി സഖാവ് എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പൂട്ടിയെന്ന പരാതി ഇന്നത്തെ മാധ്യമങ്ങളിലുണ്ട്. അക്കൗണ്ട് എന്തുകൊണ്ടാണ് പൂട്ടിയതെന്ന് വ്യക്തമല്ലെന്ന ആരോപണവും ഇപ്പോൾ ഉയരുന്നുണ്ട്. അക്കൗണ്ട് പൂട്ടിയതിനെതിരെ രാഷ്ട്രീയ നേതാക്കളും മറ്റും രംഗത്ത് വന്നിട്ടുമുണ്ട്. അതായത് PA മുഹമ്മദ് റിയാസ്, വീണ ജോർജ്, KT ജലീൽ, വസീഫ്, വിനീഷ് കോടിയേരി, ഈ നേതാക്കളൊക്കെ. അപ്പോൾ തന്നെ അതിലൊരു ദുരൂഹത മണക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഉണ്ട്. ഒരു കാര്യവുമില്ലാതെ ഒരു 3ാം ക്ലാസ്സുകാരൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പൂട്ടില്ലല്ലോ. ഈ പയ്യൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ പേര് കുട്ടി സഖാവ് എന്നായിരുന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. പക്ഷേ ഈ വിഷയത്തിൽ ഉയരേണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. 3ാം ക്ലാസ്സിൽ പഠിക്കേണ്ട ഒരു കുട്ടിക്ക് കുട്ടി സഖാവ് എന്ന രാഷ്ട്രീയ ഐഡന്റിറ്റി എന്തിനാണ് എന്നുള്ളതാണ് ആ ചോദ്യം. അവൻ ബാലസംഘം പ്രവർത്തനങ്ങളുടെ ദൃശ്യങ്ങൾ എടുക്കുന്നു, പാർട്ടിയുടെ കൊടികൾ കാണിക്കുന്നു, രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും രാഷ്ട്രീയ സംഘടനകളുടെ പ്രവർത്തനങ്ങളും അവൻ്റെ സോഷ്യൽ മീഡിയ ഉള്ളടക്കത്തിൻ്റെ ഭാഗമാകുന്നു. ഒരു വീഡിയോ ഒറ്റ ദിവസത്തിനുള്ളിൽ 20 ലക്ഷം പേരാണ് കണ്ടത്. ഇതൊക്കെ കാണുമ്പോൾ ഒരു കാര്യം ഓർക്കണം. കുട്ടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പൂട്ടിയോ തുറന്നോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. കുട്ടിയുടെ മനസ്സിലേക്ക് രാഷ്ട്രീയം എത്ര ചെറുപ്പത്തിൽ കയറ്റി വിടുന്നു എന്നുള്ളതാണ് യഥാർത്ഥ വിഷയം. ഒരു 3ാം ക്ലാസ്സുകാരന് ആദ്യം വേണ്ടത് രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയോ മുദ്രാവാക്യങ്ങളോ അല്ല. അവന് വേണ്ടത് പുസ്തകവും കളിയും കൂട്ടുകാരും ശാസ്ത്രവും ചിത്രം വരയ്ക്കലും ഒക്കെയാണ്. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. അവൻ്റെ ബാല്യം ഒരു പാർട്ടിയുടെ ഭാവി കേഡർ നിർമ്മാണത്തിനുള്ള പരിശീലന ക്യാമ്പായി മാറരുത്. ഇത് CPMൻ്റെ മാത്രം കാര്യമല്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും കുട്ടികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന പ്രവണത ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. കുട്ടികൾക്ക് രാഷ്ട്രീയ ചിന്തകൾ ഉണ്ടാകരുത് എന്നല്ല, പക്ഷേ ഒരു സംഘടനയുടെ രാഷ്ട്രീയ ഐഡന്റിറ്റി ചെറുപ്പത്തിലേ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിനെ എതിർക്കണം എന്നു തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം, കുട്ടി സഖാവ് എന്ന പേരിൽ വളരുന്ന ഒരു കുട്ടി വളർന്നാൽ എന്തായി തീരും എന്നുള്ളത് ആർഷോയും ആര്യരാജേന്ദ്രനും സിദ്ധാർത്ഥനെ റാഗ് ചെയ്ത് കൊലപ്പെടുത്തിയ SFIക്കാരും ഒക്കെ തെളിയിച്ചിട്ടുള്ളതാണ്. ഒരു കുട്ടിയുടെ ഭാവി മുൻകൂട്ടി വിധി എഴുതാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ഒരു SFIക്കാരൻ്റെയോ DYFIക്കാരൻ്റെയോ ഭാവി എന്താകുമെന്നുള്ള ഏകദേശ ധാരണ നമുക്കുണ്ടാകും. ഇനി അങ്ങനെ അല്ലാതാകണമെങ്കിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണം. പക്ഷെ ചോദ്യം ചെയ്യേണ്ടത് അക്രമത്തെ മഹത്വവൽക്കരിക്കുന്ന രാഷ്ട്രീയ സംസ്കാരത്തെയാണ്, പ്രത്യേകിച്ചും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ, CPMൻ്റെ രാഷ്ട്രീയത്തെ. കേരളത്തിലെ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ അധ്യാപകരെ തടഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അധ്യാപകരെ അപമാനിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രതീകാത്മക ശവമഞ്ചവും ശവസംസ്കാരവും ഉൾപ്പെടെയുള്ള പ്രതിഷേധ രീതികൾ വരെ കേരളം കണ്ടിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ ഏതെങ്കിലും സംഘടനയുടെ പേരിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് SFIയുടെ പേരിൽ മാത്രമാണ്. അതിനെ രാഷ്ട്രീയ ഭേദമന്യേ എതിർക്കേണ്ടത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ DYFI ഉൾപ്പെടെയുള്ള യുവജന സംഘടനകളുടെ പ്രതിഷേധങ്ങളിൽ അക്രമവും പൊതുമുതൽ നശീകരണവും ഉണ്ടായിട്ടുണ്ട്. അക്രമവും ഭീഷണിയും വെല്ലുവിളിയും ഒക്കെയാണ് അവരുടെ മുഖമുദ്ര. മര്യാദയുടെ ഭാഷ അവർക്കറിയില്ല. ഇതും ചോദ്യം ചെയ്യേണ്ടത് സമൂഹമാണ്. കാരണം ഒരു കുട്ടി കാണുന്നത് കൊടിയെയാണ്, അവൻ പഠിക്കുന്നത് മുദ്രാവാക്യമാണ്, അവൻ അനുകരിക്കുന്നത് മുതിർന്നവരെയാണ്. അതായത് ഡബിൾ റഹീമിനെയും സുരാജിനെയും പിണറായി വിജയനെയും ഗോവിന്ദനെയും ആർഷയെയും ശിവൻകുട്ടിയെയും ഒക്കെ പോലെയുള്ള ഊച്ചാളിത്തരവും വിഡ്ഢിത്തരവും മാത്രം പറയുന്ന നേതാക്കളെ. ഇവരെയാണ് ഈ കുട്ടികളും അനുകരിക്കുന്നത്. അപ്പോൾ അവരുടെ ഭാവി എന്തായി തീരുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് മുതിർന്നവർ എന്താണ് കാണിച്ചു കൊടുക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇന്ന് ഒരു 3ാം ക്ലാസ്സുകാരൻ്റെ കയ്യിൽ പാർട്ടി കൊടി കൊടുത്തിട്ട് നാളെ അവൻ എന്തു ചിന്തിക്കണമെന്ന് സമൂഹം നിയന്ത്രിക്കുമെന്ന് കരുതുന്നത് അപകടകരമാണ്. കുട്ടിയെ ഒരു പാർട്ടിയുടെ ചെറിയ പ്രവർത്തകനാക്കുന്നതിനു പകരം സ്വന്തമായി ചിന്തിക്കാൻ കഴിയുന്ന ഒരു പൗരനാക്കുകയാണ് വേണ്ടത്. പക്ഷേ അവൻ സ്വതന്ത്രമായി ചിന്തിക്കുന്നത് നേതാക്കൾ എതിർക്കും. കാരണം അവൻ സ്വതന്ത്രമായി ചിന്തിച്ചാൽ തങ്ങൾക്ക് നിലനിൽപ്പുണ്ടാകില്ലെന്ന് നേതാക്കൾക്ക് നന്നായി അറിയാം. അവൻ നാളെ കമ്മ്യൂണിസ്റ്റ് ആകാം, കോൺഗ്രസ്സുകാരനാകാം, BJPക്കാരനാകാം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ചേരാതിരിക്കാം. പക്ഷേ ആ തീരുമാനം അവൻ്റേതായിരിക്കണം. 3ാം ക്ലാസ്സിൽ തന്നെ അവനൊരു രാഷ്ട്രീയ ലേബൽ നൽകേണ്ട ആവശ്യം എന്താണ്? ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പൂട്ടിയതല്ല ഇവിടുത്തെ വിഷയം. കുട്ടിയുടെ സ്വതന്ത്രമായ ബാല്യം ആരെങ്കിലും പൂട്ടുകയാണോ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ കൊടി കൊടുക്കുന്നതിന് മുൻപ് അവൻ്റെ കയ്യിൽ ഒരു പുസ്തകം കൊടുക്കാൻ ഇവരാരും തയ്യാറാകില്ല. മുദ്രാവാക്യം പഠിപ്പിക്കുന്നതിന് മുമ്പ് സമൂഹത്തിലെ അനീതികളെ ചോദ്യം ചെയ്യാനാണ് അവനെ പഠിപ്പിക്കേണ്ടത്. പാർട്ടി നേതാക്കളെ ആരാധിക്കാൻ പഠിപ്പിക്കുന്നതിന് മുൻപ് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാൻ പഠിപ്പിക്കുകയാണ് വേണ്ടത്. അത് ഈ നേതാക്കൾ ചെയ്യില്ല. അത് ചെയ്യേണ്ടത് മാതാപിതാക്കളും അധ്യാപകരുമാണ്. ഇതാണ് യഥാർത്ഥ ജനാധിപത്യത്തിൻ്റെ തുടക്കം. ഒരു പാർട്ടിക്ക് വേണ്ടി കുട്ടികളെ വളർത്തരുത്, നാളത്തെ സമൂഹത്തിനു വേണ്ടി കുട്ടികളെ വളർത്തണം. അതാണ് വേണ്ടത്. ഈ പയ്യൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പൂട്ടിയതിനെതിരെ രംഗത്ത് വന്ന നേതാക്കളുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവരാണോ? അതുകൂടി ചിന്തിക്കണം. അവർ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നത് പോയിട്ടാ SFI എന്താണെന്നോ ബാലസംഘം എന്താണെന്നോ DYFI എന്താണെന്നോ പോലും അവർക്കറിയില്ല. അവർ പഠിക്കുന്ന തിരക്കിലാണ്, അവരുടെ ഭാവി കണ്ടെത്താനുള്ള തിരക്കിലാണ്. കാരണം അവരുടെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ അറിയാം കമ്മ്യൂണിസം തീർന്നു കഴിഞ്ഞു എന്ന്.